നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. നിലമ്പൂർ എംഎൽഎ PV അൻവർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി അല്പം മുൻപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടതിനാലാണ് ഗവർണറെ കണ്ടതെന്നും ഉന്നയിച്ച വിഷയങ്ങളെ പുറത്തു കൊണ്ടുവന്ന തെളിവുകൾ ഗവർണർക്ക് കൈമാറിയെന്നും PV അൻവർ പറഞ്ഞു. തന്നെ പ്രതിപക്ഷ ഭാഗത്ത് ഇരുത്തേണ്ട ജോലി സ്പീക്കർ എടുക്കേണ്ട, സഭയിൽ എവിടെ ഇരിക്കണമെന്ന് താനാണ് തീരുമാനിക്കേണ്ടതെന്നും സ്പീക്കർ കൂരകെട്ടി തരേണ്ടതൊന്നുമില്ലെന്നും PV അൻവർ പരിഹസിച്ചു. ഒരു ഗവർണർ എന്ന നിലയ്ക്ക് അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ അദ്ദേഹത്തിന് ആരും അറിവ് നൽകിയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ചില കാര്യങ്ങൾ, നാടിൻ്റെ ഒരു സുരക്ഷ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഇനിയും ചില തെളിവുകൾ ഇനി ഗവർണറിലേക്കാണ് കൈമാറുന്നത്. ഞാൻ ആരുടെയും ഊരയിൽ കയറി ഇരിക്കുന്നവനല്ല. എന്നെ പാർലമെൻ്ററി പാർട്ടിയിൽ അവനെ ഉൾപ്പെടുത്തി അവരെ കൂടെ നിന്നു. ഇപ്പോൾ പുറത്താക്കിയപ്പോൾ പിന്നെ ഞാൻ എവിടെ ഇരിക്കണം എന്നുള്ളത് ഞാനാ തീരുമാനിക്കേണ്ടത്. ഞാൻ പ്രതിപക്ഷത്തിരിക്കണമെന്ന് തീരുമാനിക്കാൻ ഈ പറയുന്ന LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർക്കോ സ്പീക്കർക്കോ അതിന് അവകാശമില്ല. സ്പീക്കർക്ക് ഈസിയായിട്ട് എന്താ ബ്ലോക്ക്, അവിടെ ഒരു പുര വെച്ച് കെട്ടൊന്നും വേണ്ടല്ലോ. അല്ല, അസംബ്ലിക്കകത്ത് വലിയൊരു പുര വെച്ച് കെട്ടി PV അൻവറിനെ അതിൻ്റെ അകത്ത് ആ ബ്ലോക്കിൻ്റെ അകത്താക്കേണ്ട പണിയൊന്നും സ്പീക്കർ എടുക്കണ്ട. ഉമേഷ് ബാലകൃഷ്ണൻ നൽകും വിവരങ്ങൾ. ഉമേഷ്, ഗവർണറെ ഏതായാലും ഉദ്യോഗസ്ഥർ കാണുന്നില്ല എന്ന് സർക്കാർ തീരുമാനിച്ചതാണ്. മുഖ്യമന്ത്രി കത്ത് നൽകുകയും ചെയ്തു. പക്ഷേ PV അൻവർ MLA തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഗവർണറെ കണ്ട് അറിയിച്ചിട്ടുണ്ട്, ചില തെളിവുകൾ കൈമാറിയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. DGPയും ചീഫ് സെക്രട്ടറിയും ഇന്ന് 4 മണിക്ക് നേരിട്ട് രാജ്ഭവനിലെത്തി കാണണമെന്നായിരുന്നു ഗവർണർ നിർദ്ദേശിച്ചത്. എന്നാൽ സർക്കാർ അതിൽ ഇടപെടുകയും അങ്ങനെ കാണേണ്ടതില്ല എന്നുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. എന്നാൽ PV അൻവർ MLA അതേ സമയം തന്നെ രാജ്ഭവനിൽ തനിക്ക് ഗവർണറെ കാണാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സമയം ചോദിച്ചു. 4:15 നേരിട്ട് വരാൻ പറയുകയും ചെയ്തു. അങ്ങനെ 4:15 4 മണിക്കോടുകൂടി രാജ്ഭവനിലെത്തിയ PV അൻവർ ഏകദേശം അരമണിക്കൂറോളം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം പുറത്തിറങ്ങിയ PV അൻവർ പറഞ്ഞത് താൻ നാടിനെ ബാധിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറിയേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു. എന്താണ് എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ കഴിയില്ല. താൻ ഇതുവരെ പുറത്തുവിട്ട വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണറുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ മറ്റ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കേണ്ടതില്ല. തനിക്ക് സർക്കാരിൽ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഗവർണറെ സമീപിക്കുന്നത്, അല്ലാതെ രാഷ്ട്രീയമില്ല. എന്തായാലും താൻ ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ഈ കൂടിക്കാഴ്ചയിലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് അവസാനിച്ചത് എന്നും PV അൻവർ പറഞ്ഞു. എന്തായാലും ഇതുവരെ സ്വീകരിച്ച ഒരു രാഷ്ട്രീയ മാറ്റത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു പടി കൂടി മുന്നോട്ട് കടന്നാണ് ഇപ്പോൾ ഗവർണറെ നേരിട്ട് കണ്ടിരിക്കുന്നത്. ഗവർണർ കേരളത്തിൽ എത്തിയ ശേഷം തന്നെ സർക്കാരിനെതിരെ നിലപാടുകൾ നിരന്തരം സ്വീകരിച്ചു പോന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ഫോൺ ചോർത്തൽ വിവാദം PV അൻവർ ഉന്നയിച്ചപ്പോൾ ആ വിഷയത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു ഗവർണർ. അതിലും ഇപ്പോൾ സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിൽ നൽകിയ അഭിമുഖത്തിലും ഇപ്പോൾ ഗവർണർ വിശദീകരണം ചോദിച്ചു. അതാണ് നേരിട്ട് നൽകാൻ പറഞ്ഞത്. അതും നേരിട്ട് നൽകിയിട്ടില്ല. വിനീത.